രണ്ടോ മൂന്നോ ക്ലിക്കിൽ ലോൺ നൽകുന്ന ഫിൻടെക് ആപ്പുകളുടെ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പലവട്ടം സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ വായ്പ നൽകുന്ന ഇത്തരം ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവനൊടുക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ജാമ്യവും കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ലാതെ പണം കടം കിട്ടുമെന്നായതോടെ ആപ്പുകളിൽ പോയി തലവെക്കുകയാണ് പലരും. യുവാക്കളും വീട്ടമ്മമാരും ഉൾപ്പെടെ കെണിയിൽപ്പെട്ടവർ നിരവധിയാണ്. സാമ്പത്തിക തട്ടിപ്പിന്റെ പുതിയ മുഖമായി മാറിയിരിക്കുകയാണ് ഈ ഓൺലൈൻ വായ്പ ആപ്പുകളെന്നാണ് കണക്കുകൾ പറയുന്നത്. കോവിഡ് കാലമുണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ലോൺ ആപ്പുകളെ ആശ്രയിക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ചത്. ഇന്നത് ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ലോൺ ആപ്പുകാരുടെ കെണിയിൽ വീഴുന്നത്. നിരവധി പേരാണ് ആപ്പുകളുടെ ഭീഷണിക്ക് മുന്നിൽ ജീവനൊടുക്കിയത്. അതിന്റെ അവസാനത്തെ സംഭവമാണ് പെരുമ്പാവൂർ സ്വദേശിനിയുടെ മരണം. യുവതിയുടെ ഫോണിൽ നിന്നും ലോൺ നൽകുന്ന 34ഓളം വ്യാജ ആപ്പുകളെയാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത്. നിയമപരമായി പ്രവർത്തിക്കുന്ന ആപ്പുകളാണോ എന്നുപോലും പരിശോധിക്കാതെയാണ് പലരും ആധാർ അടക്കം നൽകി ലോൺ എടുക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യ കമ്പനി ലൈസൻസ് നേടാത്ത ആപ്പുകളാണ് മിക്കതും. ഇത്തരം വ്യാജ ആപ്പുകൾ 7 ദിവസം മുതൽ 6 മാസം വരെ തിരിച്ചടവ് കാലാവധിയിലാണ് ലോണുകൾ അനുവദിക്കുക. അതിൽ കൂടുതൽ കാലാവധിയിലും ലോൺ അനുവദിക്കുന്ന ആപ്പുകളുണ്ട്. 20% മുതൽ 40% വരെ കൊള്ളപ്പലിശയാണ് ഇവ ഈടാക്കുന്നത്. ഇതിനു പുറമെ ലോൺ പ്രോസസ്സിംഗ് ഫീ എന്ന പേരിൽ 10 മുതൽ 25% വരെ ചാർജും ഈടാക്കും. ലോണായി കിട്ടുന്ന പണത്തിന്റെ 2 ഇരട്ടിയിലേറെയാണ് പല ആപ്പുകളും സാധാരണക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കുന്നത്. സ്വർണ്ണമടക്കമുള്ള മറ്റ് ഈടുകളൊന്നും വേണ്ടാത്തതാണ് ലോൺ എടുക്കുന്നവർ ഇത്തരം വ്യാജ ആപ്പുകളുടെ കെണിയിൽ വീഴാനുള്ള പ്രധാന കാരണം. ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും ഡിജിറ്റൽ കോപ്പി മാത്രം നൽകിയാൽ പണം അക്കൗണ്ടിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ വരും. സിമ്പിളാണ് കാര്യമെന്ന് കരുതി തലവെക്കുന്നത് ഊരാക്കുടുക്കിലേക്കാണ്. ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതോടെ വ്യക്തിഗത വിവരങ്ങൾ മുഴുവനും അവർ ചോർത്തുകയാണ്. ഗാലറിയിലുള്ള ചിത്രങ്ങളും മൊബൈൽ നമ്പറുകളും വാട്സാപ്പിൽ നമ്മൾ ബന്ധപ്പെടുന്നവരുടെ നമ്പറുകളും അവർ സ്വന്തമാക്കും. നമ്മളുടെ അനുമതിയോടെയാണ് ഇതെല്ലാം ആപ്പുകൾ എടുക്കുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഗാലറിയും കോൺടാക്റ്റും ഉപയോഗിക്കാനുള്ള അനുമതി ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക എന്നതാണ് പരിഹാരം. ഇങ്ങനെ ലോൺ എടുത്തയാളെ മാനസികമായി വേട്ടയാടും. അതോടെ ലോൺ എടുത്തയാൾ എങ്ങനെയെങ്കിലും അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ സമാനമായ മറ്റൊരു ആപ്പിൽ നിന്നും ലോൺ എടുത്താകും ലോൺ അടക്കുക. ഇത് മറ്റൊരു കുരുക്കിലേക്കാകും എത്തിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും സമ്മർദ്ദമുണ്ടാക്കും. ഇതിനോടൊപ്പം മൊബൈലിൽ നിന്നെടുത്ത ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയക്കും. ഫേസ്ബുക്കിലടക്കം പങ്കുവെക്കും. ഇതോടെ കനത്ത സമ്മർദ്ദത്തിലേക്കാകും അവരെ തള്ളിയിടുക. അപമാനിക്കപ്പെടുകയും മാനസികമായി തളരുകയും ചെയ്തവരാണ് ഒടുവിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതെന്ന് പോലീസ് പറയുന്നു. 10,000 രൂപ പണയമെടുത്തവർ പോലും ആപ്പുകളുടെ ഭീഷണിയിലും അശ്ലീല സന്ദേശത്തിലും വീണ് മരണത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. നിയമപരമായ സാധ്യതകൾ അത്തരം ഇടപാടുകൾക്ക് മാത്രമേയുള്ളൂ. ലോൺ നൽകുന്ന ബാങ്കുകൾക്കും ബാങ്ക് ഇതര സ്ഥാപനങ്ങൾക്കും ആപ്പുകൾക്കും റിസർവ് ബാങ്കിന്റെ അനുമതി നിർബന്ധമാണെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.